ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖത്തറിൽ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ന് ദോഹയിലെത്തിയത്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മസൂദ് പെസഷ്കിയാനെ ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സുൽത്താൻ ബിൻ സാദ് അൽ മുറൈഖി, ഇറാനിലെ ഖത്തർ അംബാസഡർ സാദ് അബ്ദുള്ള സാദ് അൽ മഹ്ദൂദ് അൽ ഷരീഫ് ഉൾപ്പെടെ ഉന്നതതല സംഘം സ്വീകരിച്ചു. നാളെ ദോഹയിൽ നടക്കുന്ന 3ാമത് ഏഷ്യ കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ ഇറാൻ പ്രസിഡന്റ് പങ്കെടുക്കും. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹ്മദ് അൽ ഥാനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഇറാനിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യക്കാർ ആശങ്കയിലാണ്. ഇറാനിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഇറാനിലുള്ള ഇന്ത്യക്കാർ അടിയന്തരമായി ടെഹ്റാനിലെ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചു. ഇസ്രായേലിലെ ഇന്ത്യൻ എംബസിയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇസ്രായേലിലുള്ള മലയാളികൾ 24-നോട് പറഞ്ഞു. നമുക്ക് യാതൊരു അലർട്ടുമില്ലായിരുന്നെങ്കിലും നല്ല ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മിസൈൽ വരുമ്പോൾ. പക്ഷെ ഞങ്ങൾ എല്ലാവരും അതിനു മുമ്പ് തന്നെ നമുക്ക് അലർട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഇന്ത്യ സംയമനം പാലിക്കാൻ ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് മുന്നിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. 2021-ലും കഴിഞ്ഞ വർഷവും ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായ പശ്ചാത്തലത്തിലാണ് സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുള്ള സുരക്ഷാ നടപടി. 24 ഡൽഹി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ UAE ആസ്ഥാനമായുള്ള വിമാന കമ്പനികൾ സർവീസുകൾ ചിലത് റദ്ദാക്കുകയും ചിലത് വഴിതിരിച്ചുവിടുകയും ചെയ്തു. പല ഭാഗങ്ങളിലും വ്യോമപാതകൾ അടച്ചതിനെ തുടർന്നാണ് ഇത്. എമിറേറ്റ്സ്, ബ്രിട്ടീഷ് എയർവേസ്, ലുഫ്താൻസ, ഖത്തർ എയർവേസ് തുടങ്ങിയവയുടെ 80 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ദുബായിയുടെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ്, ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് പറക്കേണ്ട എല്ലാ വിമാനങ്ങളും റദ്ദാക്കി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എയർലൈൻ അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങളെ നിയന്ത്രണം ബാധിച്ചിട്ടില്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടി തുടർന്ന് അബുദാബി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. പരിശോധനയെ തുടർന്ന് ഈ വർഷം ഇതുവരെ 21 റെസ്റ്റോറന്റുകളാണ് അടച്ചുപൂട്ടിയത്. ഹോട്ടലുകൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഭക്ഷണം സൂക്ഷിക്കുകയും മോശമായ രീതിയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കർശനമായ നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയത്. അബുദാബി സിറ്റി, അലൈൻ, അൽദഫ്ര റീജിയൻ എന്നിവിടങ്ങളിലായി ഈ വർഷം ഇതുവരെ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തി 21 റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടിയതായി അബുദാബി കാർഷിക ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തിൽ മാത്രം നിയമലംഘനം നടത്തിയ 6 സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. വരും ദിവസങ്ങളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമെന്നും നിയമലംഘനങ്ങളിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് പ്രഥമ പരിഗണന എന്നും ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ടോൾ ഫ്രീ നമ്പറായ 800-55-5 വിളിച്ചറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. സൗദിയിൽ സക്കാത്ത് അതോറിറ്റിയുമായി ലിങ്ക് ചെയ്ത ഇൻവോയ്സുകൾ 3 മില്യൺ റിയാൽ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങൾക്കും ബാധകമാക്കി. 2025 ഏപ്രിൽ മുതൽ 3 മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ഇതിൽ പരാജയപ്പെടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. സൗദിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഇൻവോയ്സുകൾ സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുമായി ലിങ്ക് ചെയ്യുന്ന സംവിധാനമാണ് സാറ്റ്ക ഇന്റഗ്രേഷൻ. ഘട്ടം ഘട്ടമായി രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ഇത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 16ാമത്തെ ഘട്ടം കഴിഞ്ഞ ദിവസം അധികൃതർ പ്രഖ്യാപിച്ചു. 2022-ലോ 23-ലോ 3 മില്യൺ റിയാൽ വാർഷിക വിറ്റുവരവ് കാണിച്ച സ്ഥാപനങ്ങളാണ് ഈ ഘട്ടത്തിൽ പദ്ധതിക്ക് കീഴിൽ വരിക. 2025 ഏപ്രിൽ 1-നും ജൂൺ 30-നുമിടയിൽ ഈ സ്ഥാപനങ്ങൾ ഇന്റഗ്രേഷൻ നടപ്പിലാക്കണമെന്നാണ് നിർദ്ദേശം. കുറ്റമറ്റ രീതിയിൽ ഏത് ചെറിയ സ്ഥാപനങ്ങൾക്കും ഇന്റഗ്രേഷൻ നടപ്പിലാക്കാനുള്ള സൗകര്യം ഇപ്പോഴുണ്ടെന്ന് നൊമിസോ ടെക്നോളജി CEO റാഹിൽ പറഞ്ഞു. ഒരു മോസയുടെയോ ശരിക്കയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വരുമാനം 2.5 ലക്ഷം റിയാൽ ആണെന്നുണ്ടെങ്കിലാണ് ഈ ഏപ്രിലോടെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. എല്ലാ സ്ഥാപനങ്ങളും ഇന്റഗ്രേഷൻ എന്നുള്ള ഈ നിയമം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. അശ്രദ്ധ മൂലം പല സ്ഥാപനങ്ങൾക്കും പിഴ ഈടാക്കിയിട്ടുണ്ട്. ആയതിനാൽ എല്ലാ സ്ഥാപനങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ ചെയ്യണം. 2021-ലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നത്. 3 ബില്യൺ റിയാൽ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങൾ 2023 ജനുവരി മുതൽ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം.
16 ഘട്ടങ്ങളിലായി 3 മില്യൺ റിയാൽ വരുമാനമുള്ള സ്ഥാപനങ്ങൾ വരെ പദ്ധതിക്ക് കീഴിൽ വന്നു. വരും ദിവസങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാക്കുമെന്നാണ് സൂചന. അതോറിറ്റിയുമായി ലിങ്ക് ചെയ്യാത്ത ഇൻവോയ്സ് കസ്റ്റമർക്ക് നൽകിയാൽ പിഴയുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് നാളെ യുഎഇയിൽ തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡിനെ നേരിടും. വലിയ ആത്മവിശ്വാസത്തിലൂടെയാണ് ലോകകപ്പിന് ഇറങ്ങുന്നതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പറഞ്ഞു. ആഭ്യന്തര കലാപത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ നടക്കേണ്ട മത്സരം യുഎഇയിലേക്ക് മാറ്റിയത്. യുഎഇയിലെ ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലായാണ് മത്സരം നടക്കുക. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ബംഗ്ലാദേശ് നാളെ സ്കോട്ട്ലൻഡിനെ നേരിടും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തങ്ങളെന്നും സമ്മർദ്ദമില്ലാതെ കളിക്കാനാണ് ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ പറഞ്ഞു. Inspiration to us because we know how happy we were when they won the game and how excited the whole country when they bring the cup back to the home. I think for us also things will remain same. We also want to just go there and enjoy ourselves and no pressure because the more important is enjoying yourself in this tournament and putting pressure on yourself because pressure is not going to help you at all. But that excitement means a lot for us and my message is very simple and very clear. Just go there and enjoy yourself because that is something which is going to help you a lot when you're playing. ലീഗ് മത്സരങ്ങൾ ടീമിന് കരുത്ത് പകരുന്നതാണെന്നും ഹർമൻപ്രീത് കൗർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ആദ്യ മത്സരം വെള്ളിയാഴ്ച ന്യൂസിലൻഡിനെതിരെയാണ്. സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ എന്നിവർക്ക് പുറമെ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 9ാം പതിപ്പാണ് ഇത്തവണത്തേത്. 24 ദുബായ്. ദുബായ് CSI ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മറിയൽ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ദുബായ് ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ മുഖ്യാതിഥിയായിരുന്നു. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 50 ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് പ്രധാന അജണ്ട. CSI ദുബായ് ഇടവക വികാരി റവറന്റ് രാജു ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 49 വർഷത്തെ ഇടവകയുടെ ചരിത്രം ഇടവകയുടെ സ്ഥാപകാംഗം മാത്യു വർഗീസ് പങ്കുവച്ചു. ഇടവക മുൻ വികാരി റവറന്റ് ജിജി ജേക്കബ്, ദുബായ് ട്രിനിറ്റി മാർത്തോമ പള്ളി വികാരി റവറന്റ് ഡിനു ജോർജ്, ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ അജു എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. യുഎഇയിൽ ആദ്യമായി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഓണസദ്യ വിളമ്പി ഇന്ത്യൻ സ്കൂൾ. അജ്മാനിലെ അൽ അമീർ ഇംഗ്ലീഷ് സ്കൂളിലാണ് വ്യത്യസ്തമായ ഓണാഘോഷം. യുഎഇയിലെ ഓണാഘോഷ കാഴ്ചകൾ തിരുവോണം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും തുടരുകയാണ്. ഓഫീസുകളിലും കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വ്യത്യസ്തമായ ഓണാഘോഷ പരിപാടികളാണ് രാജ്യമെങ്ങും തുടരുന്നത്. ഇതിനിടെയാണ് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണസദ്യ ഒരുക്കി അജ്മാനിൽ ഒരു ഇന്ത്യൻ സ്കൂൾ വ്യത്യസ്തമാകുന്നത്. അജ്മാനിലെ അൽ അമീർ ഇംഗ്ലീഷ് സ്കൂളാണ് ഇങ്ങനെയൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ SJ ജേക്കബിന്റെ നേതൃത്വത്തിലായിരുന്നു ആയിരക്കണക്കിന് കുരുന്നുകൾ വാഴയിലയിൽ വിഭവ സമൃദ്ധമായ ഓണസദ്യ ഉണ്ടത്. സ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട മുരളി മാഷ മാവേലിയായി എത്തിയത് കുട്ടികൾക്ക് ഇരട്ടി മധുരമായി. അലമീർ വൈസ് പ്രിൻസിപ്പൽ നൌഷാദ് ഷംസുദ്ദീൻ, അക്കാദമിക് കോർഡിനേറ്റർ ലത വാര്യർ, സ്റ്റാഫ് സെക്രട്ടറി അസ്മർ, പേരന്റ് കൗൺസിൽ പ്രസിഡന്റ് സുമയ ഷിംജിയാസ്, ലൂയിസ് ടിറ്റോ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 24 ദുബായ്. വേൾഡ് മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വേൾഡ് മലയാളി ഫെഡറേഷൻ ബെനിൻ നാഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം പ്രസിഡന്റ് അരുൺ കുറുപ്പിന്റെ അധ്യക്ഷതയിൽ ബെനിനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ G ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. TV അവതാരകനും മജീഷ്യനും സിനി ആർട്ടിസ്റ്റുമായ രാജ് കലേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. വയനാട് പുനരധിവാസത്തിനായി ബെനിൻ നാഷണൽ കൗൺസിൽ സമാഹരിച്ച 2 ലക്ഷം രൂപയുടെ ചെക്ക് ഗ്ലോബൽ ഡയറക്ടർ ബോർഡ് അംഗം ഹരീഷ് നായർക്ക് കൈമാറി. വേൾഡ് മലയാളി ഫെഡറേഷൻ ജിബൂട്ടി നാഷണൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഹെഡ് ഓഫ് ചാൻസലർ മിഹിർ കുമാർ താക്കൂർ ഉദ്ഘാടനം ചെയ്തു. അത്തപ്പൂക്കളവും വിഭവസമൃദ്ധമായ സദ്യയും വടംവലി ഉൾപ്പെടെയുള്ള കലാകായിക പരിപാടികളും പങ്കെടുത്തവർക്ക് വേറിട്ട അനുഭവമായി. വേൾഡ് മലയാളി ഫെഡറേഷൻ ജിബൂട്ടി നാഷണൽ കൗൺസിലിന്റെ 2ാം വാർഷികാഘോഷവും ഒപ്പം നടന്നു. നാഷണൽ കോർഡിനേറ്റർ ജോസി, പ്രസിഡന്റ് ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. വേൾഡ് മലയാളി ഫെഡറേഷൻ ടോഗോ നാഷണൽ കൗൺസിലിന്റെയും ടോഗോ ഇന്ത്യൻ മലയാളി അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി ടോഗോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജീവ് താണ്ടൻ ഉദ്ഘാടനം ചെയ്തു. വഞ്ചിപ്പാട്ട്, നാടൻപാട്ട്, ചെണ്ടമേളം തുടങ്ങി വിവിധ കലാപ്രകടനങ്ങളും കായിക മത്സരങ്ങളും
വിഭവസമൃദ്ധമായ സദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ ആഫ്രിക്ക റീജിയൻ കോർഡിനേറ്റർ ഗിരീഷ് ആർ ഉണ്ണിത്താൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലസൻ ചെറുവക്കൽ, 24 ആഫ്രിക്ക. മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഒന്റാരിയോയുടെ നേതൃത്വത്തിൽ സിനർജി 2024 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. കാനഡയിൽ നിന്ന് മീനു ചേലാടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നവംബർ 2 മിസിസാഗയിലെ ജോൺ പോൾ പോളിഷ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി സാമൂഹ്യ പ്രതിബദ്ധത ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറും. മാസോയുടെ നേതൃത്വത്തിൽ സമൂഹ നന്മ ലക്ഷ്യം വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മിസിസാഗയിലെ മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാസോയുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ഭാരവാഹികൾ സംസാരിച്ചു. സംഘടനയുടെ പ്രസിഡന്റ് ജോജി എം ജോൺ, വൈസ് പ്രസിഡന്റ് ചാൾസ് തോമസ്, ഓർഗനൈസേഷൻ ഗ്ലോബൽ ഡെവലപ്മെന്റ് കണക്ട് ചാർജ് വർഗീസ് ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ മേരി ജേക്കബ് ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 USA. സൗദിയിലെ OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ആരംഭിക്കും. ഈ മാസം 3, 4, 10, 11 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുക. ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് റോഡിലുള്ള റിയൽ കേരള ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. 12 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. ടൂർണമെന്റിന്റെ ഭാഗമായി ജൂനിയർ ഫുട്ബോൾ മത്സരങ്ങളും 40 വയസ്സിന് മുകളിൽ ഉള്ളവർക്കായി വെറ്ററൻസ് മത്സരങ്ങളും ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്സരങ്ങൾ കാണാനെത്തുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ലഭിക്കും. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയിൽ അകപ്പെട്ട് മരിച്ച അർജുന്റെ കുടുംബം അതീവ ഗൌരവമുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തി. ലോറി ഉടമ മനാഫ് അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന് കുടുംബം ആരോപിച്ചു. കുടുംബത്തിന് ഒരു പൈസയും ആവശ്യമില്ല. ഈശ്വർ മെൽപ്പയും മനാഫും ഷിരൂരിൽ നാടകം കളിച്ചെന്നും കുടുംബം ആരോപിച്ചു. പണം പിരിച്ചെന്ന് തെളിയിച്ചാൽ മാനാഞ്ചിറയിൽ വന്ന് ആളുകൾ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നാണ് മനാഫ് പ്രതികരിച്ചത്. സർക്കാർ സംവിധാനങ്ങൾക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാരംഭിച്ച വാർത്താ സമ്മേളനത്തിലാണ് ലോറി ഡ്രൈവർ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചത്. ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്ര പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. മനാഫിനെ സംബന്ധിച്ച് അയാളുടെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷെ ഞങ്ങളുടെ കോട്ട് ചെയ്തത് കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളത്. 2ാം ഘട്ട തെരച്ചിൽ മുതൽ ലോറി ഡ്രൈവർ മനാഫ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു. വൈകാരികത വിറ്റ് പണമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. കൂടാതെ പല കോണിൽ നിന്നും ഫണ്ട് ശേഖരണം നടത്തുന്നതായും മനാഫും ആക്ഷൻ കമ്മിറ്റിയും ഇതിൽ നിന്ന് പിന്മാറണമെന്നും കുടുംബം പറഞ്ഞു. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ഒന്ന് ആലോചിക്കണം. എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. അതിനിടെ ആരോപണം നിഷേധിച്ച് ലോറി ഡ്രൈവർ മനാഫ് രംഗത്തെത്തി. അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി അത് സജീവമാക്കും. ഉള്ളടക്കം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടില്ലാലും ഒന്നും ചെയ്യണേ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അർജുന്റെ അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, ഭർത്താവ് ജിതിൻ, മറ്റൊരു സഹോദരി അഭിരാമി, സഹോദരൻ ജിതിൻ എന്നിവരാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. 24 കോഴിക്കോട്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന CPIയുടെ ആവശ്യം മുഖ്യമന്ത്രി വീണ്ടും തള്ളി. ബിനോയ് വിശ്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസം നാളെയാണ്. ADGPയെ മാറ്റാത്തത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ പറഞ്ഞു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തിയത്. AKG സെന്ററിൽ നടന്ന ചർച്ചയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പങ്കെടുത്തു. നടപടി അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമെന്ന നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ചു.
MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചുനിൽക്കുന്ന CPIയുടെ നേതൃയോഗം നാളെ ചേരും. DGPയുടെ റിപ്പോർട്ടിൽ ADGP പ്രതിസ്ഥാനത്തായിരിക്കുമോ, ADGPയെ മുഖ്യമന്ത്രി കൈവിടുമോ എന്നതൊക്കെയാണ് ആകാംക്ഷ. അതേസമയം അന്വേഷണം നാടകമായിരുന്നുവെന്നും മൊഴിയെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ മടക്കി അയച്ചെന്നും PV അൻവർ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല, നാളത്തെ റിപ്പോർട്ട് കഴിയിട്ട് നിങ്ങൾ എവിടെയായിരുന്നു വിഷയം. വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് LDFിലെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുകയാണ്. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ അയാൾ എത്ര ഉന്നതനാണെങ്കിലും അവരെ സസ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായം ഞങ്ങൾ മാത്രമല്ല RJDയുടെ പ്രതിനിധികൾ പറഞ്ഞു, CPIയുടെ പ്രതിനിധികൾ മുൻപേ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനോട് അന്ന് മുഖ്യമന്ത്രി യോജിച്ചില്ല. മുഖ്യമന്ത്രി അതിനോട് യോജിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അന്നും ഇന്നും ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും. ജയിൽ മേധാവി, എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത്. അജിത് കുമാറിന് പകരക്കാരനായി ക്രമസമാധാന പാലനത്തിലേക്ക് ആദ്യ പരിഗണന ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിനും രണ്ടാം പരിഗണന ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കുമാണ്. സീനിയറായ ഒരാളെ വേണമെന്ന് കരുതിയാൽ മനോജ് എബ്രഹാമിനെയും പരിഗണിക്കും. അതേസമയം പൂരം കലക്കൽ വിവാദത്തിൽ ADGP നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. അഭിമുഖ വിവാദം PR ഏജൻസിയുടെ തലയിൽ വെക്കാനുള്ള സർക്കാർ നീക്കം പാളി. ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം എന്ന് വ്യക്തമായി. കൂടിക്കാഴ്ചയിൽ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നുവെന്ന് PR ഏജൻസി ജീവനക്കാരി 24നോട് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് മകനോടോ മുഖ്യമന്ത്രിയോടോ ചോദിക്കണമെന്നായിരുന്നു TK ദേവകുമാറിന്റെ പ്രതികരണം. 24 എക്സ്ക്ലൂസീവ്. പാൻ ഇന്ത്യൻ PR ഏജൻസി വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തിന് അഭിമുഖം നൽകിയെന്ന ചോദ്യം രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മലപ്പുറം വിവാദം ഒതുക്കാൻ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് തിരിഞ്ഞുകൊത്തി. കെയ്സൻ ഗ്ലോബൽ എന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയതെന്നും ഏജൻസിയുടെ 2 പ്രതിനിധികൾ അഭിമുഖ സമയം ഒപ്പമുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിവരമെന്ന നിലയ്ക്ക് ഇവരാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നും ഹിന്ദു പത്രാധിപർ വിശദീകരിച്ചു. ഏജൻസിയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരാൾ CEO വിനീത് ഹാണ്ടയാണ്. രണ്ടാമൻ കമ്പനി തന്നെ വിശദീകരിക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സുബ്രഹ്മണ്യമാണെന്ന്. ആരാണ് ഈ സുബ്രഹ്മണ്യം? വിവാദ അഭിമുഖം നടന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം മുറിക്കുള്ളിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യം CPMന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം അഥവാ സുബ്ബുദേവാണ്. 2023 വരെ സുബ്രഹ്മണ്യം മറ്റൊരു PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സീനിയർ മാനേജറാണ്. അഭിമുഖ സമയത്തെ സാന്നിധ്യം നിഷേധിക്കാതിരുന്ന സുബ്രഹ്മണ്യം കെയ്സൻ ഗ്ലോബലുമായി തനിക്ക് ബന്ധമില്ലെന്ന് വിശദീകരിച്ചു. തന്നെ വിവാദങ്ങളിൽ വലിച്ചിഴക്കരുതെന്ന് മുൻ MLA TK ദേവകുമാറും പ്രതികരിച്ചു. വിവാദ അഭിമുഖത്തിലെ PR ഏജൻസി ഇടപെടലിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഷെഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഓട്ടോ തൊഴിലാളികളുടെ പ്രതിഷേധം. സിറ്റി പെർമിറ്റ് അനുവദിക്കാത്ത സർക്കാർ നിലപാടിലാണ് പ്രതിഷേധം. പെർമിറ്റ് അനുവദിക്കാത്തതിനെ തുടർന്ന് 700ഓളം ഓട്ടോ തൊഴിലാളികളാണ് പ്രതിസന്ധി നേരിടുന്നത്. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അതിനു മുന്നിൽ ആശ്രയിക്കുന്നത് ഓട്ടോ തൊഴിലാളികളെയാണ്. ഈ ഓട്ടോ തൊഴിലാളികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം റെയിൽവേ അധികൃതർ നൽകിയ പെർമിറ്റാണ്. സിറ്റി പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇനി മുതൽ ഓട്ടോ ഓടിക്കാൻ കഴിയൂ. പക്ഷേ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവരിപ്പോൾ കഞ്ഞി വെച്ച് പ്രതിഷേധം നടത്തിയിരിക്കുകയാണ്. അവരോട് തന്നെ ചോദിക്കാം എന്താണ് പ്രശ്നമെന്ന്. ചേട്ടാ, ഈ സിറ്റി പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നമാണോ ഉയർന്നത്? അല്ലേ, അത് കഴിഞ്ഞ ഒരു 30 വർഷത്തോളമായി ഞങ്ങളോട് സർവീസ് നടത്തുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഒരു നോട്ടീസ് ഇവിടെ കൊണ്ടുവന്നിട്ടു. 10 മാസം തൊട്ട് സിറ്റി പെർമിറ്റുള്ള വണ്ടികൾക്ക് മാത്രമേ റെയിൽവേ പാസ് അനുവദിക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ അതിന് തിരുവനന്തപുരത്ത് പോയി DCMനെയും കണ്ടു, എല്ലാം കണ്ടു. 1 മാസത്തെ അവധി മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുത്തു. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചു. DCMനെ കണ്ടു തിരുവനന്തപുരത്ത്. ഇവിടെ മേയർ തൊട്ട് മേയർ, RTO, RTA, DCP, ACP, കലക്ടർ, MP, MLA ഇവരെയൊക്കെ നിരന്തരമായിട്ട് 3-4 പ്രാവശ്യം ചെന്ന് ഇടപെട്ടു.
ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഒരു ഉദ്യോഗസ്ഥരും ബാക്കിയില്ല. ഈ പെർമിറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം സർക്കാരുമായി ബന്ധപ്പെട്ട് ശുപാർശ നൽകേണ്ടത് കൊച്ചി കോർപ്പറേഷനാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഇടപെടാത്തല്ലോ. തീർച്ചയായിട്ടും ഇത് നമുക്കിവിടെ 15,000 വണ്ടികളോളം ഈ സിറ്റിയിൽ സർവീസ് നടത്തുന്നുണ്ട്. 30 കൊല്ലം മുമ്പാണ് പെർമിറ്റ് കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ഈ കാലയളവിൽ കാലാർഹപ്പെട്ട വണ്ടികളെല്ലാം പോയി ആകെ 3000 താഴെ 4,500 വണ്ടികളുള്ളതിൽ പെർമിറ്റ് ഉള്ളതിൽ 3000 താഴെ വണ്ടികൾ മാത്രമാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. 700-750 വണ്ടികൾ ഇവിടെ സർവീസ് നടത്തുന്നത്. 12 വണ്ടി കൊണ്ട് റെയിൽവേക്ക് ഒരു കാരണവശാലും ഇവിടെ സർവീസ് വിജയകരമായിട്ട് നടത്താൻ പറ്റില്ല. ഈ പ്രതിഷേധം എത്രത്തോളം വലിയ രീതിയിൽ കടുപ്പിക്കാനാണ് തീരുമാനം? പ്രശ്നം ഞങ്ങൾ നാളെ രാവിലെ ഇവിടുത്തെ ഈ കോർഡിനേഷൻ്റെ പേരിൽ നമ്മൾ തിരുവനന്തപുരം DCMനെ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞ് നമുക്ക് അനുകൂലമായ വിധി അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ പത്രസമ്മേളനം നിങ്ങളെല്ലാം വിളിച്ച് പത്രസമ്മേളനം നടത്തുന്നതാണ്. കൊച്ചിൻ കോർപ്പറേഷനിലെ എല്ലാ സ്റ്റാൻഡുകളും സംഭവിപ്പിച്ചുകൊണ്ട് സിറ്റി സംഭവിപ്പിച്ചുകൊണ്ട് സമരപരമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം. ഏതായാലും 1-2 തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഏതാണ്ട് 750 ഓട്ടോ തൊഴിലാളികളാണ് ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നത്. സിറ്റി പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ ഓട്ടോ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ സിറ്റി പെർമിറ്റിന് വേണ്ടി ശുപാർശ നൽകേണ്ടത് കൊച്ചി കോർപ്പറേഷനാണ്. ഏതാണ്ട് 10,000 പെർമിറ്റുകൾ ആവശ്യമുണ്ട്. ശുപാർശ നൽകിയതിനു ശേഷം അത് മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിക്കണം. മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായ സംവിധാനത്തിന് ഇവർക്ക് വാഹനം ഇതിലേക്കൂടെ ഓടിക്കാൻ സാധിക്കുള്ളൂ. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും ഇവർ പറയുന്നു. കൊച്ചിയിൽ നിന്നും റിജോ രാജുവിനൊപ്പം YS അഭിനന്ദ്, 24. ഗുഡ് നൈറ്റ്.